ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്നത്തെ അവസാന സീൻ എന്ന് പറയുന്നത് ഡേവിഡും നാഗേന്ദ്രനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജലജയുടെ കാര്യമാണ് പറയുന്നത്. എല്ലാവർക്കും ജലജനെ ഇഷ്ടമല്ല കേട്ടോ. സ്വന്തം ഭർത്താവിന് ജലജനെ ഇഷ്ടമല്ല. അവൾ പെരുങ്കള്ളിയാണെന്നും അവള് എന്തും ചെയ്യാൻ മടിക്കാത്ത, അവളുടെ ജയത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ദുഷ്ട സ്ത്രീയാണെന്നും നമ്മുടെ നാഗേന്ദ്രനും പറയുന്നുണ്ട്. പക്ഷേ മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ മാത്രമാണ് നാഗേന്ദ്രന് ഒരു എന്താ പറയുക, നാഗേന്ദ്രൻ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അഭിക്ക് വേണ്ടിയും ഇനിയിപ്പം അവന്തികയ്ക്ക് വേണ്ടിയും. അപ്പം ആദർശ് തിരിച്ചു കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒന്നും നടക്കില്ല. ആദർശ് തിരിച്ച് മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആകാൻ പാടില്ല. അതാണ് ഇനി ഏക ഉദ്ദേശം നമ്മുടെ നാഗേന്ദ്രൻ്റെ. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനി MD സീറ്റിൽ നിന്ന് മാറേണ്ടി വരും. അനിയെ അവർക്ക് കിട്ടണം. ആവന്തികയുടെ കയ്യിൽ അനിയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യം നമ്മുടെ ഡേവിഡും നാഗേന്ദ്രനും കൂടെ നോക്കിക്കോളും. അപ്പം അതിനുള്ള കുറച്ച് തന്ത്രങ്ങളാണ് ഇനിയിപ്പോൾ അവർ മെനയാൻ പോകുന്നത്. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനയും ആദർശും കൂടെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മൂർത്തി ഇവരെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. അനിയെ കൊണ്ട് എങ്ങനെയെങ്കിലും വിവാഹത്തിന് സമ്മതം മൂളിക്കണം. അതിനി എങ്ങനെ ആണെന്ന് അവർക്കറിയില്ല. പക്ഷേ അനന്തമൂർത്തിയുടെ ഒരു ആഗ്രഹം തന്നെയാണ് അവന്തികയും അനിയും ഒന്നിക്കുക എന്നുള്ളത്. ഈ ഒരു പട്ടാഭിഷേകവും അതിനോടൊപ്പം തന്നെ ഇവരുടെ എൻഗേജ്മെൻറ്റും ഒക്കെ ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നയന കനകദുർഗയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ മുത്തശ്ശൻ വന്നായിരുന്നുവെന്നും ഞങ്ങൾ ഉടനെ തന്നെ അനന്തപുരി തറവാട്ടിലേക്ക് പോകുമെന്നും. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും കനകദുർഗയ്ക്കും വല്ലാത്തൊരു അതിശയവും സന്തോഷവും ഒക്കെ ആയിട്ടോ. കാരണം വേറൊന്നുമല്ല, എല്ലാവരും ആകെ പേടിച്ചിരിക്കുകയല്ലായിരുന്നോ ആദർശവും മുത്തശ്ശനും തമ്മിലുള്ള ഈ ഒരു വഴക്ക്. എന്തായാലും മോളെ ഒന്നിച്ചല്ലോ, അതുമാത്രം മതി എനിക്ക്. ഞങ്ങളും ഒരുപാട് പ്രാർത്ഥിച്ചതായിരുന്നു. ഏതായാലും നിന്റെ മുത്തശ്ശന് അനന്തമൂർത്തി മുത്തശ്ശന് ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കളി കളിക്കുമെന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കിത് നേരത്തെ അറിയായിരുന്നു. ഞാനിത് ഏകദേശം പകുതി ആയപ്പോഴത്തേക്കും ഞാൻ കണ്ടുപിടിച്ചായിരുന്നു അമ്മയെന്ന് പറയും. അപ്പം നിനക്കിത് അറിയായിരുന്നോ? അറിയായിരുന്നു അമ്മേ. പിന്നെ ഞാൻ പറയാതിരുന്നതാണ് ആരോടും. മുത്തശ്ശൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറയുമ്പം ഞാൻ എങ്ങനെയാണ് എല്ലാവരെയും അറിയിക്കുന്നത്? അത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതിരുന്നത് എന്ന് നമ്മുടെ നയന പറയുന്നുണ്ട്. ഏതായാലും നയന ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പിന്നെ നയന ആ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത്, അനിയുടെ കാര്യവും അവന്തികയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അവരുടെ വിവാഹം നടത്തണം, അതെങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ. മുത്തശ്ശൻ എന്നോട് ഒരേ ഒരു കാര്യം ആവശ്യപ്പെട്ടത് അതാണ്, അനിയെ കൊണ്ടത് സമ്മതിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞപ്പം ഇവിടെ ഒരുത്തിക്ക് ഇപ്പോൾ ഊണും ഉറക്കമൊന്നും ഇല്ല. അവള് സത്യം പറഞ്ഞാൽ ഭക്ഷണമൊന്നും നല്ല രീതിയിൽ കഴിക്കുന്നില്ല, നല്ല ടെൻഷനൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഇല്ലാതില്ല എന്ന് കനകദുർഗ പറഞ്ഞപ്പം അങ്ങനെയൊന്നുമില്ല. നന്ദു അങ്ങനെ ഇനിയിപ്പം അനിയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കത്തില്ല, അവൾ നമുക്ക് വാക്ക് തന്നതല്ലേ എന്ന് പറയുമ്പം വാക്കൊക്കെ തന്നതാണ്, ആർക്കറിയാം എന്താണെന്ന്. ഇവളെ ഇടയ്ക്ക് ഇവിടുന്ന് മീറ്റിംഗ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പോകുന്നത് എങ്ങോട്ടാണെന്ന് പോലും എനിക്കറിയത്തില്ലെന്ന് പറയുമ്പോൾ അങ്ങനെ അമ്മ സംശയിക്കാതെ, അങ്ങനെ സംശയിക്കുമൊന്നും വേണ്ട. ഏതായാലും ഈ വിവാഹം കഴിയുമ്പോഴത്തേക്കും അമ്മയുടെ സംശയമൊക്കെ മാറുമല്ലോ. അവൾ വെറുതെ ചോദ്യം ചെയ്ത് ചുമ്മാ അവളെ ടെൻഷൻ ആക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ ഗോവിന്ദനോട് കാര്യം പറയാണ് കേട്ടോ. എന്നെ നയനമോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദർശും മുത്തച്ഛനും തമ്മിലുള്ള വഴക്ക് തീർന്നെന്നും അതൊരു വഴക്കല്ലായിരുന്നുവെന്നും പിന്നെ ഇതൊക്കെ മുത്തശ്ശൻ്റെ ഡ്രാമയായിരുന്നു, നമ്മുടെ ആദർശ് മോന് യഥാർത്ഥ ശത്രുക്കളെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഡ്രാമയായിരുന്നു മുത്തശ്ശൻ്റെ എന്ന് നയനമോൾ ഇപ്പം എന്നെ വിളിച്ചു പറഞ്ഞു. ഉടനെ തന്നെ നയനയും ആദർശും അനന്തപുരി തറവാട്ടിലേക്ക് പോകും ഗോവിന്ദേട്ടാന്ന്. അപ്പം ഗോവിന്ദൻ പറഞ്ഞു, ഇത് വല്ലാത്ത അതിശയമായി പോയല്ലോ കനകെ, എല്ലാവരും പേടിച്ചിരുന്ന കാര്യമല്ലേ. അല്ലെങ്കിലും മുത്തശ്ശനും മോനും തമ്മിലുള്ള വഴക്കും അതുപോലെ മുത്തശ്ശൻ മോനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നും ആകെ മൊത്തം പടർന്ന് എല്ലായിടത്തും പാട്ടായ കാര്യമാണ്. അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെ ആയിരുന്നല്ലോ. പക്ഷേ ഏതായാലും അനന്തമൂർത്തി, അതായത് മൂർത്തി മുത്തശ്ശൻ്റെ ഒരു ഡ്രാമയായിരുന്നു എന്ന് അറിഞ്ഞപ്പം കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരു സന്തോഷം തോന്നുകയാണ്. ഏതായാലും നല്ലതല്ലേ, നല്ലതിന് വേണ്ടിയല്ലേ, എല്ലാം നല്ലതിന് വേണ്ടി ആയിരുന്നല്ലോ, എല്ലാം നല്ല ശുഭമായിട്ട് നടക്കട്ടെ
എന്ന് പറഞ്ഞപ്പം ഇനിയിപ്പം ആ ഒരു കല്യാണവും കൂടെ നടന്നാൽ മതിയായിരുന്നു ഗോവിന്ദേട്ടാ, എന്നാലേ എനിക്ക് ആശ്വാസമാകത്തുള്ളൂ. അല്ലെ, ഏത് കല്യാണം? നമ്മുടെ അനിയുടെ കല്യാണമേ, ആ കല്യാണം കൂടെ നടന്നാലേ എനിക്ക് ആശ്വാസമാകത്തുള്ളൂ എന്ന് പറഞ്ഞ് വേറൊന്നും കൊണ്ടും അല്ല. ഇവിടെ ഒരുത്തി കല്യാണം വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയല്ലേ. അനിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ സമ്മതിക്കുന്നേ. ഓ, അത് നീ വിട്ടുകളാ. ഏതായാലും അനിയുടെ വിവാഹം നടക്കും, അത് ഉറപ്പിച്ച കാര്യം തന്നെയാണല്ലോ. എൻഗേജ്മെൻറ്റ് ഈ വരുന്ന ഞായറാഴ്ചയാണ്. അപ്പം പിന്നെ ആ വിവാഹം നടക്കും. നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല നന്ദു. അവൾക്കിപ്പം അനിയോട് അങ്ങനെ താല്പര്യങ്ങളൊന്നുമില്ല. മനസ്സിലതുണ്ടെങ്കിലും അവൾ ഏതായാലും ഇനിയിപ്പം ആ പുറകെ പോകത്തില്ല. അവൾ നമുക്ക് വാക്ക് തന്നതല്ലേ, പിന്നെ അവൾ അങ്ങനെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? നീ നിന്റെ മോളെ ഒന്ന് വിശ്വസിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്ന് ഗോവിന്ദേട്ടാ, എങ്ങനെയാ ഞാൻ പേടിക്കാതിരിക്കുന്നത്? രണ്ടെണ്ണം അങ്ങോട്ട് കയറി പോയിട്ടുണ്ടായ ഭൂകമ്പങ്ങളൊക്കെ അറിയാമല്ലോ. ഇനിയിപ്പം ഇവളും കൂടെ ഇഷ്ടമില്ലാതെ അങ്ങോട്ടേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊന്നും എനിക്ക് താങ്ങാനുള്ള ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കനക ഇങ്ങനെ നിർത്തുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അവന്തികേനെയും അഭിനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അഭി പറയുകയാണ്, ഇനിയിപ്പം ഏക ലക്ഷ്യമെന്ന് പറയുന്നത് നീ ആ മോളെ, അതുകൊണ്ട് നീയും അനിയുമായിട്ടുള്ള വിവാഹം നടക്കണം. അത് നടക്കാനേ ഇനി ആകെപ്പാടേ ഉള്ളൂ. ഇനിയിപ്പം അതിൽ നിന്നേ നമുക്ക് എന്തെങ്കിലും നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ മാളവിക എന്ന് പറഞ്ഞവളെല്ലാം കൊണ്ട് തുലച്ച് കളഞ്ഞത് കൊണ്ട് ഇനിയിപ്പോൾ AM ജ്വല്ലറിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേടാൻ ഓർക്കണ്ട. ഇനിയിപ്പം നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ നീ കയറി പറ്റണം. നീ കയറി പറ്റിയാൽ പിന്നെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ അവന്തികയും പറഞ്ഞു, എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നതും അതൊക്കെ തന്നെ ഏട്ടാ. എൻ്റെ അച്ഛൻ്റെ കണ്ണീര് ഞാൻ കണ്ടു. പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് AM ജ്വല്ലറി വളർത്തിക്കൊണ്ട് വന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ആ അച്ഛൻ്റെ കണ്ണുനീര് ഇനി എനിക്ക് കാണാനായിട്ട് പറ്റില്ല. നമുക്ക് വേണ്ടിയാ നമ്മുടെ അച്ഛൻ ജീവിച്ചതും ഇത്രയും വാശിയും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ വെച്ച് തിരിച്ചു വന്നതുമൊക്കെ. ആ അച്ഛനെ വിഷമിപ്പിക്കുന്നത് എനിക്ക് പറ്റണ കാര്യമല്ല. അഭിയേട്ടന് മാക്സിമം പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്യണം. പിന്നെ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, ഈ പറയുന്ന നവ്യനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ നയനയ്ക്ക് ഈ പ്രാവശ്യം പ്രൈസ് കിട്ടിയപ്പം നയന് വരച്ച ആ ഒരു ഇതിന് ജഡ്ജസ് മാർക്ക് ഇട്ടപ്പോൾ ആ ഒരു അവാർഡ് മേടിച്ചപ്പോഴെല്ലാം ഞാൻ നവ്യനെ ശ്രദ്ധിച്ചിരുന്നു. അവൾക്ക് എന്തോ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞപ്പം അവൾ വെറും പൊട്ടിയാണ്. അവൾ പണത്തിൻ്റെ പുറകെ ഓടി നടക്കുന്നവളാന്നേ. അവൾ എപ്പോഴും ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. എന്നെക്കുറിച്ച് ആരപവാദം പറഞ്ഞാലും അവൾ അത് കണ്ണും പൂട്ടി വിശ്വസിക്കത്തില്ല. സ്വന്തം അമ്മയും അച്ഛനും അതുപോലെ അനിയത്തിയും എല്ലാവരും പറഞ്ഞിട്ടും അവൾ ഇതുവരെ ഒന്നും വിശ്വസിച്ചിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് നീ അവളെ പേടിക്കുകയൊന്നും വേണ്ട. ഇപ്പം നമ്മുടെ കയ്യിലുള്ളൊരു തുറുപ്പ് ചീട്ട് തന്നെയാണ് അവൾ എന്നൊക്കെ നമ്മുടെ അഭി പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അവന്തികയ്ക്ക് കാര്യങ്ങളൊക്കെ ഇച്ചിരി പിടികിട്ടുന്നുണ്ട്, ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ. ഏതായാലും അവന്തിക എല്ലാവരുടെയും മുമ്പിൽ തകർത്ത് അഭിനയിക്കുകയാണ്. അവന്തിക എന്തോ വലിയ സംഭവമാണെന്നും അവന്തിക നമ്മുടെ നാഗേന്ദ്രനെ തന്നെ കുറ്റം പറയുന്നുണ്ട് ഇവരുടെ മുമ്പിൽ വെച്ച്. എങ്കിലും അയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മുത്തശ്ശ. എനിക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ മോളാണല്ലോ എന്ന് ഓർത്തിട്ട് എന്തോ എനിക്ക് തന്നെ ഇങ്ങനെ എന്തോ പോലെ തോന്നുകയാണ്. ഇനിയിപ്പം ആ ഒരു കണ്ണ് വെച്ച് നിങ്ങൾ എന്നെ കാണുമെന്ന് തന്നെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞപ്പം മോളെ അവന്തികെ, ഒരിക്കലും നിന്നെ ഞങ്ങൾ ആ കണ്ണ് വെച്ച് കാണില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. കാരണം നീ മാറിയ മാറ്റം എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നീ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നീയും ആനിയും തമ്മിലുള്ള വിവാഹം മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഒരിക്കലും ഇനി നീ നിൻ്റെ അച്ഛൻ്റെ കൂടെയോ നിൻ്റെ അമ്മയുടെ കൂടെയോ ആ അഭി എന്ന് പറയുന്ന വൃത്തികെട്ടൻ്റെ കൂടെയോ പോകാൻ പാടില്ല. നീ ഈ അനന്തപുരി തറവാട്ടിൽ വേണം, അനിക്കൊപ്പം വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ തന്നെ ആയിരിക്കും മുത്തശ്ശ, ഞാൻ അനന്തപുരി തറവാട്ടിൽ തന്നെ ഉണ്ടാകും. അതും എന്തിനും ഏതിനും അനിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും കൂട്ടായി ആദർശേട്ടനും അതുപോലെ നയനേടത്തേക്കൊക്കെ കൂട്ടായിട്ട് ഞാൻ കാണും എന്നൊക്കെ ഒരു വാക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും മാറി നിന്ന് തിരിഞ്ഞു നിന്ന് കൊഞ്ഞണം കുത്തുന്നുണ്ട് നമ്മുടെ അവന്തിക. ഏതായാലും അവന്തികയുടെ കള്ളത്തരം കണ്ടുപിടിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, നമ്മുടെ നവ്യ തന്നെയാണ്. നവ്യ ആ കള്ളത്തരം കണ്ടുപിടിക്കുകയും നവ്യ കൂട്ടുകാരിയെ അത് അറിയിക്കുകയും ആ ഒരു അൺനോൺ നമ്പർ ഉണ്ടല്ലോ അതിൽ നിന്ന് നമ്മുടെ ആദർശിന് വിവരങ്ങളൊക്കെ കൈമാറുകയും ചെയ്യും. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ അവന്തികനെ പൂട്ടുന്നത്. അത് ചിലപ്പോൾ ഇന്നോ നാളെയോ ഒന്നും കാണില്ല കേട്ടോ.
ചിലപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ പോകും. ഏതായാലും കല്യാണം അടുക്കും, എൻഗേജ്മെൻ്റ് അടുക്കും. ആ എൻഗേജ്മെൻറ്റിൻ്റെ ആ ഒരു സമയത്ത് തന്നെയാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പം നാളത്തെ കഥ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷമായിട്ടോ വരാൻ പോകുന്നത്, മിസ് ചെയ്ത് കളയരുത്. ഫുൾ വിശേഷവുമായിട്ട് എന്നും രാവിലെ നമ്മൾ വരുന്നുണ്ട്. അത് മിസ് ചെയ്ത് കളയാതെ കാണണേ. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.